ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ശരി ശരി, താങ്ക് യു സിസ്റ്റർ, താങ്ക് യു സോ മച്ച്. സാറേ, എന്തായി? പേടിക്കാനൊന്നുമില്ല. പ്രതാപന് കുഴപ്പമൊന്നുമില്ല. കൈക്കൊരു വെട്ടേറ്റതാ. അയ്യോ ദൈവമേ, എന്റെ കുട്ടി. പ്രതാപനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടൊന്നുമില്ല. അവര് ദേ ഇപ്പം ഇങ്ങോട്ട് വരുന്നുണ്ട്. ഭാഗ്യം. ആ പാട്ടുപൊരിക്കൽ കർത്താവ് അയാൾ എന്തൊരു മനുഷ്യനാ. മകള് മത്സരത്തിന് തോറ്റുപോയതിന് തല്ലുണ്ടാക്കാൻ നടക്കുന്നു. ഹേയ് അല്ല, അയാൾക്കും ശരിക്ക് കിട്ടിക്കാണും. പ്രതാപനും വേണുവും ജഗനും ഉണ്ടായിരുന്നല്ലോ, ചതച്ചരച്ച് കാണും. ആ ആശുപത്രി വിവരങ്ങൾ വല്ലതും അറിഞ്ഞോ സാറേ? അറിഞ്ഞു, കുഴപ്പമൊന്നുമില്ല. അവരൊക്കെ ഹോസ്പിറ്റലിൽ നിന്ന് ഇപ്പൊ ഇങ്ങോട്ട് വരും. ഓ ദൈവമേ, ഒന്നും സംഭവിക്കാതെ നീ കാത്തല്ലോ, ദൈവത്തിന് നന്ദി. ശുംഭൻ കർത്ത പട്ടശ്ശേരി വൈദ്യശാലയിലാണെന്ന് കേട്ടു. ചവിട്ടി തീരുമാനമായിരിക്കും. അയാൾ എവിടെയെങ്കിലും പോയി തൊലയട്ടെ. എനിക്കൊന്നുമില്ല ചേച്ചി. കുഴപ്പമൊന്നുമില്ലല്ലോ? ഒന്നുമില്ല, ഒരു കുഴപ്പമില്ല. പേടിക്കാനൊന്നുമില്ല. ഒരു 2-3 ദിവസം കംപ്ലീറ്റ് റെസ്റ്റ് എടുക്കണം. അപ്പൊ എല്ലാം മാറിക്കോളും. ഇവരെല്ലാരും ഉണ്ടായിരുന്നിട്ടും പ്രതാപനിട്ടാണ് അവര് വെട്ടിയത്. എനിക്കിട്ടാച്ച അയാള് വെട്ടിയത്. എന്നെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിന്റെ ഇടയില പ്രതാപേട്ടനെ വെട്ടേറ്റത്. ദൈവമേ, അവിടെ നടന്നതിനേക്കാൾ വലിയ അടിപിടി ഇവിടെ നടക്കുവോ? പ്രതാപൻ കുറച്ചു ദിവസത്തേക്ക് മേലനങ്ങി ഒന്നും ചെയ്യണ്ട. റെസ്റ്റ് എടുത്താൽ മാത്രം മതി. കുറുപ്പേ, ഓ അംബികേ, പ്രതാപൻ ഇന്നു മുതൽ ചാവടിയിലെ കിടപ്പ് മതിയാക്കുക. ഇവിടെ ഒരു മുറിയിൽ കിടന്നാ മതി. ചാവടി കിടന്നാൽ ആർക്കും ശ്രദ്ധിക്കാൻ പറ്റില്ല. കുറുപ്പേ, ഓ ഞാനിവിടെ ഉണ്ട് സാർ. പ്രതാപന് വേണ്ടി ഒരു മുറി റെഡിയാക്കി കൊടുക്കുക. മുറി റെഡിയാണ്. എന്നാൽ അവനെ മുറിയിലേക്ക് കൊണ്ടുപോയിക്കോളൂ. അവൻ റെസ്റ്റ് എടുക്കട്ടെ. ഓ വാ മോനെ. ജഗ വാ. പത്മേ, പത്മ എവിടെ പോന്നു? അവനെ അവര് കൊണ്ടുപോയിക്കോളും. രാജാക്കന്മാരെയും രാജകുമാരിമാരെയും രക്ഷിക്കാൻ പടയാളികൾ യുദ്ധം ചെയ്യും. യുദ്ധത്തിനിടയിൽ പല പടയാളികളും മരിച്ചുപോയെന്നും വരും. അതോർത്ത് രാജാവും രാജകുമാരിയും വിഷമിക്കാറില്ല, ദുഃഖിക്കാറുമില്ല. പറഞ്ഞത് മനസ്സിലായല്ലോ?